മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോഴ്സ് ഓൺ എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ചാർജ്ഡ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് എൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ വോളിയം ഈസ് എ എൽ. നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എൻ ആണെങ്കിൽ we can find out the total number of charge carriers in the conductor is equal to NaL. നമുക്കിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് കിട്ടിയത്. ഇഫ് E is the charge of each carrier, then the total charge is Q is equal to E into NaL. But we know magnetic force F is equal to Q into V cross B, where V is the drift velocity here. ഇവിടെ electrons ആണ്, so we can say V is the drift velocity. Thus, F is equal to ENAL into V cross B. This can be written as NaVe into L cross B. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് NaVe is equal to I. I is equal to NaVe. Drift velocity V ആണെങ്കിൽ I is equal to NaVe. So, we can write F is equal to ILB sin theta. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ ബിൽ സൈൻ തീറ്റ എന്നും പറയാം. ഇനി സ്പെഷ്യൽ കേസസ് നമുക്ക് നോക്കാം. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0, F is equal to 0. When theta is equal to 90 degree, F is equal to ILB. അപ്പോൾ ഫോഴ്സ് മാക്സിമം ആവുന്ന കണ്ടീഷനും കിട്ടി, ഫോഴ്സ് മിനിമം ആവുന്ന കണ്ടീഷനും നമുക്ക് കിട്ടി. ഫോഴ്സ് ഓൺ എ കറൻറ്റ് ക്യാരിയിങ് വയറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ, സ്ട്രെച്ച് ദ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. Then the thumb represents force, forefinger represents magnetic field, and the middle finger represents the electric current as shown in figure. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷനാണ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്ററിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് സർക്കുലർ മോഷൻ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആ പെർപെൻഡിക്കുലർ ഫോഴ്സ് എപ്പോഴും QVB, ലോറൻസ് ഫോഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. ലോറൻസ് ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, എല്ലാ കേസിലും ഈ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് എ സെൻറ്റർ. വെലോസിറ്റി എപ്പോഴും ആ സർക്കിളിൻ്റെ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ആ ചാർജ് മൂവ്സ് എലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സോ നമുക്ക് പറയാൻ സാധിക്കും, ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ ഇറ്റ് അണ്ടർഗോസ് എ സർക്കുലർ മോഷൻ. ഇനി ഈ പാർട്ടിക്കിളുടെ കേസിൽ
റേഡിയസ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വി ഹാവ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. സർക്കുലർ മോഷൻ ആയതുകൊണ്ട് നമ്മൾ mv²/r എന്നെടുത്തു. ദാറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദ ലോറൻസ് ഫോഴ്സ് qvb. From this we can write the radius of the circle described by the particle r is equal to mv/qb. The time period of rotation is t is equal to 2πr/v. നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് ടൈം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളാണ്, വെലോസിറ്റി v തന്നെ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് r ഹിയർ we get t is equal to 2πm/qb. Thus frequency is equal to 1/t ആണ്, reciprocal of time period ആണ്. Then the frequency f is equal to qb/2πm. This frequency is called cyclotron frequency. സൈക്ലോട്രോണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. And the angular frequency is given by omega is equal to 2πf. Substituting for f, we get qb/m. അങ്ങനെ നമുക്ക് റേഡിയസ് കിട്ടി, ടൈം പീരീഡ് കിട്ടി, ഫ്രീക്വൻസി കിട്ടി, ആംഗുലർ ഫ്രീക്വൻസി കിട്ടി. ഓക്കെ.